ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല വ്യക്തികളുമായി ഇടപെടുമ്പോൾ പുറമേ മറ്റുള്ളവരുടെ മുൻപിൽ സ്വയം സന്തോഷവതിയാണെന്ന് വരുത്തി തീർക്കുന്ന ചില ജീവിതങ്ങളെ ആഴത്തിൽ അടുത്തറിയുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദീർഘനിശ്വാസം പോലെ പുറത്തു വരുന്ന ഒരു വാക്യമുണ്ട്: എനിക്ക് ആരുമില്ല, എന്നെ കേൾക്കുവാൻ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ജീവിതയാത്രയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരാളെ തനിച്ചാക്കി മറ്റൊരാൾ കാലയവനികയ്ക്കുള്ളിലേക്ക് മറയുമ്പോൾ നമ്മോടൊപ്പം നമ്മൾ പ്രിയപ്പെട്ടവെന്ന് കരുതി നമ്മൾ പ്രാണന് തുല്യം സ്നേഹിച്ച നമ്മുടെ സ്നേഹിതർ കൂട്ടുകെട്ടുണ്ടാക്കി നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ എന്തിന് ആയിരിക്കുന്ന ഭവനത്തിൻ്റെ തണലിൽ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ കുഞ്ഞുങ്ങളോ അവരുടെ കുടുംബങ്ങളോ ഉള്ളപ്പോൾ പോലും പലപ്പോഴും ഒറ്റപ്പെടുന്ന അവസ്ഥ പല മനുഷ്യരും ഇന്ന് അഭിമുഖീകരിക്കുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നോടൊപ്പം ഈ ജീവിതയാത്രയിൽ ആരുമില്ല എന്ന തോന്നൽ, ആ ഒരു ഭീതി ഇന്ന് പണ്ടുള്ളതിനേക്കാളും അധികം വർദ്ധിച്ചിരിക്കുകയാണ്. വിരൽത്തുമ്പിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനും നിങ്ങളും പലപ്പോഴും തനിച്ചല്ലേ? എൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന പല ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ഞാൻ കണ്ടെത്തുന്നത് ഞാൻ വായിച്ചു പഠിച്ച പാഠപുസ്തകങ്ങളിൽ നിന്നോ എന്നോ വായിച്ച ചരിത്ര പുസ്തകങ്ങൾ മറിച്ചിട്ടോ അല്ല. നേരെ മറിച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും എന്നെ കരുത്തുള്ളവളാക്കി മാറ്റുകയും ചെയ്യുന്ന ദൈവവചനത്തിലാണ് ഞാൻ പലപ്പോഴും ആശ്രയിക്കാറുള്ളത്. ഈ ഒരു ചിന്ത, എനിക്കാരുമില്ല എന്നുള്ള ഈ ഒരു ചിന്ത എന്നെ അലട്ടിയപ്പോൾ എനിക്ക് ദൈവവചനത്തിലും അതേ വാക്യം കാണുവാനിടയായി. എനിക്ക് ആരുമില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി സഹോദരങ്ങളെ, മനുഷ്യനുണ്ടായ കാലം മുതൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തുന്ന ഒരു ശബ്ദമാണ് എനിക്ക് ആരുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നിങ്ങനെ ഒരു ചോദ്യമോ ഇങ്ങനെ ഒരു ചിന്തയോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടോ? എനിക്ക് ആരുമില്ല, ഞാൻ എന്നും തനിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചപ്പോഴാണ് എനിക്ക് മേൽപ്പറഞ്ഞ വാക്യം കാണുവാനിടയായത്. ഇതാ, യെരുശലേമിൽ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ ആട്ടുവാതുക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളവും ആ കുളത്തിന് 5 മണ്ഡപങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് യേശു വരുവാനിടയായി. ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു സഹോദരങ്ങളെ. ഇതിൻ്റെ ഈ 5 മണ്ഡപങ്ങളിൽ പല വ്യാധിക്കാർ, കുരുട്, മുടന്ത്, ക്ഷയരോഗികൾ, ഇവരെല്ലാം എന്തിനാണെന്നറിയാമോ ഈ കുളത്തിൻ്റെ കരയിൽ ദീർഘവർഷങ്ങളായി ആയിരിക്കുന്നത്? ഈ കുളത്തിലെ വെള്ളം ഇളക്കുവാൻ അതത് സമയത്ത് ദൂതൻ ഇറങ്ങുമ്പോൾ ആദ്യം ആര് കുളത്തിൽ ഇറങ്ങുന്നോ അവർ ഏതു വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരുമെന്ന ഒരു ശ്രുതി ആ ദേശത്തെങ്ങും പരന്നിരുന്നത് കൊണ്ട് ദീർഘനാളുകളായി പല വൈദ്യന്മാരാലും എന്തെല്ലാം രോഗത്തിന് ചികിത്സിച്ചിട്ടും വീട്ടുകാരുടെ പൈസ ഒരുപാട് ചെലവഴിച്ചിട്ടും ഒട്ടും
ഭേദം വരാതിരുന്ന അനേക രോഗികൾ ഈ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലെ നല്ല ഒരു പങ്ക് ഈ കുളത്തിൻ്റെ കരയിൽ ചെലവഴിക്കുകയായിരുന്നു. അവരുടെ മുഴുവൻ പ്രതീക്ഷയും എന്നെങ്കിലും എനിക്കും ആദ്യമേ തന്നെ ഈ കുളത്തിൽ ഇറങ്ങുവാൻ കഴിയും, ഞാൻ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം പണ്ടത്തെ പോലെ ഞാൻ സന്തോഷമായി ജീവിക്കും. ഈ ഒരു പ്രതീക്ഷയിലായിരുന്നു പലരും അവിടെ ഉണ്ടായിരുന്നത്. ഈ ബെഥസ്ദാ കുളത്തിൻ്റെ കരയിലേക്കാണ് യെരുശലേമിലേക്ക് പോകുന്ന വഴി യേശു കർത്താവ് കടന്നു വന്നത്. യേശുവിന് മനസ്സിലായി ഈ കുളത്തിൻ്റെ കരയിൽ 38 വർഷമായി ആരും സഹായിപ്പാനില്ലാതെ ഒരു മനുഷ്യൻ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് ആ കുളക്കരയിൽ നിസ്സഹായനായി കിടക്കുന്നതറിഞ്ഞ യേശു ആരാധനയെക്കാളും ഒരുവൻ്റെ ഹൃദയത്തിലെ വേദന മനസ്സിലാക്കിയപ്പോൾ അവന് ആ കുളത്തിൻ്റെ കരയിൽ നിന്നും മാറിപ്പോകുവാൻ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, രോഗം ബാധിച്ച് ശരീരം വല്ലാതെ വേദനിക്കുമ്പോൾ, പലരും നമ്മളെ കണ്ടും കാണാതെയും കടന്നു പോകുമ്പോൾ, ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ കണ്ണ് പുരുഷാരത്തെ അല്ല കണ്ടത്. യേശു ശ്രദ്ധിച്ചത് 38 വർഷമായി കിടന്ന ആ മനുഷ്യൻ്റെ അവസ്ഥയെ നോക്കിയപ്പോൾ യേശു അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സഹോദരങ്ങളെ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എന്നെ ശ്രദ്ധിക്കണേ. ഈ കിടക്കുന്ന മനുഷ്യന് യേശു ആരാണെന്നറിയില്ല. അവൻ സകല രോഗങ്ങൾക്കും പരിഹാരകനാണെന്നറിയില്ല. അവൻ്റെ ഒരു വാക്കിന് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുമെന്നറിയാതിരുന്ന ആ വ്യക്തി യേശുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ സഹായിപ്പാൻ, ഈ വെള്ളം കലങ്ങുമ്പോൾ എന്നെ ഈ കുളത്തിലേക്കൊന്ന് ഇറക്കുവാൻ എനിക്ക് ആരുമില്ല. മനസ്സിലാകുന്നുണ്ടോ? 38 വർഷവും അവൻ്റെ കണ്ണു മുഴുവനും ആ ബെഥസ്ദാ കുളത്തിലെ വെള്ളത്തിലും വെള്ളത്തിൻ്റെ ഇളക്കത്തിലുമായിരുന്നു. ആ കാലങ്ങളിലായിരുന്നു യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടന്നിട്ട് അവൻ യേശുവിനെ പറ്റി ഒരു വാക്കുപോലും കേൾക്കുവാൻ, അവന് ശ്രദ്ധിപ്പാൻ കഴിയാതെ അവൻ്റെ ദൃഷ്ടി എപ്പോഴും ആ വെള്ളത്തിൽ മാത്രമായിരുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും യേശു ആരെന്നറിയില്ലായിരിക്കാം സഹോദരങ്ങളെ. പക്ഷേ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ ഒരു തകർന്ന ഹൃദയത്തിൻ്റെ ഉടമയാണോ? നീറി നീറി നിൻ്റെ ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? അല്ല എങ്കിൽ പരീക്ഷ എഴുതി നീ ക്ഷീണിച്ചിട്ട് എന്നെ സഹായിപ്പാൻ ഒരു ദൈവവുമില്ലേ എന്ന് ചോദിക്കുന്ന വ്യക്തിയാണോ? ജോലിക്കായി അപേക്ഷകൾ അയച്ച് ഇൻ്റർവ്യൂവിന് പോയി മടുത്ത് എന്നേക്കാൾ ക്ലാസ്സിൽ പഠിക്കാൻ മോശമായവർ പലരും ഉന്നത കസേരകളിൽ ഇരിക്കുന്നത് കണ്ട് നിരാശപ്പെടുന്ന വ്യക്തിയാണോ നീ? എന്നെ കേൾക്കുന്ന മാതാവേ, നീ ഇന്ന് ഭവനത്തിനകത്ത് തനിച്ചാണോ? നിന്നോടൊപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ വരുവാൻ രാത്രിയാമങ്ങളിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു കപ്പ് വെള്ളം ആരെങ്കിലും ഒന്ന് എടുത്ത് തന്നിരുന്നെങ്കിൽ എന്ന് ഭാരപ്പെട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലുകൾ ഒഴുകി ഞാൻ ആരുമില്ലാത്ത അനാഥയാണോ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ? അല്ല എങ്കിൽ സഹോദരി,
എന്തെല്ലാം മക്കൾക്കും ഭർത്താവിനും വെച്ച് ചെയ്തു കൊടുത്തിട്ടും നിനക്കൊരു വിലയും ആരും കൽപ്പിക്കുന്നില്ല എന്നുള്ള വിഷമവും പേറിയാണോ നീ നിൻ്റെ ജീവിതയാത്ര നടത്തുന്നത്? ഇതാ യേശു നിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്ക് പുറത്തു വരുവാൻ മനസ്സുണ്ടോ? നീ അനുഭവിക്കുന്ന നിരാശകളിൽ നിന്ന്, ആ വേദനയ്ക്കകത്തു നിന്ന് യേശുവിൻ്റെ കരം പിടിച്ചൊന്ന് പുറത്തു വരുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഇവിടെ ഈ മനുഷ്യൻ്റെ മറുപടി നിങ്ങൾക്കറിയണോ? ഈ മനുഷ്യൻ യേശുവിനോട് പറയുകയാണ്, യജമാനനെ, കുളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ഈ ലോകത്തിനൊരു തത്വമുണ്ട്. നീ ഒരു ഉടഞ്ഞ പാത്രമാണെങ്കിൽ നിന്നെക്കൊണ്ട് ഇനിയും ഒരു പ്രയോജനവും നിന്റെ ചുറ്റും നിൽക്കുന്നവർക്കും ഇല്ലെന്ന് കാണുമ്പോൾ നിന്നെ അവർ ഒന്നുകിൽ ദൂരത്തെറിയും, അല്ലെങ്കിൽ മാറ്റി നിർത്തും. പക്ഷേ എൻ്റെ യേശുവിന് ഒരു പ്രത്യേകതയുണ്ട് സഹോദര. നീ ഉടഞ്ഞവനാണെങ്കിലും, നീ തകർന്നവനാണെങ്കിലും, നീ ആ നല്ല കുശവനായ കർത്താവിൻ്റെ കയ്യിലിരുന്നാണ് ഉടഞ്ഞു പോയതെന്ന് നിനക്ക് തോന്നിയാലും നിന്നെ ഒരു മാനപാത്രമാക്കുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെൺകുഞ്ഞെ, 3-4 പ്രാവശ്യം എൻട്രൻസ് എഴുതി അതിനകത്തൊന്നും വിജയം കാണാതെ നീ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? നീ ആ നല്ല കുശവൻ്റെ കയ്യിലിരുന്ന് ഉടഞ്ഞു പോയെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ, നിന്നെ ദൈവം ആഗ്രഹിച്ച ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ നീ അവൻ്റെ വഴികളിലൊന്ന് നടക്കുവാൻ മനസ്സ് കാണിക്കുമോ? നീ ആയിരിക്കുന്ന നിരാശയുടെ അവസ്ഥയിൽ നിന്ന്, നിൻ്റെ സകല ഭാരങ്ങളിൽ നിന്നും നിന്നെ വിടുവിപ്പാൻ അവൻ നീട്ടുന്ന ഒരു കരവുമായി നിൻ്റെ അരികിലുണ്ട്. ആ കരം 2025 വർഷങ്ങൾക്ക് മുൻപ് ആണിയടിക്കപ്പെട്ട കരമാണ്. നിനക്ക് മുറിഞ്ഞാൽ ആ മുറിവിൻ്റെ ആഴവും വേദനയും നീറ്റലും നന്നായി അറിയാവുന്ന ഒരു കരത്തിലാണ് നീ പിടിക്കേണ്ടത്. ആ കരത്തിലേക്കൊന്ന് തൊടാൻ നിൻ്റെ കൈയൊന്ന് നീട്ടാമോ? ഈ ജീവിതയാത്ര ജയത്തോടെ നടത്തുവാൻ സർവശക്തൻ നിന്നെ അനുവദിക്കും. എനിക്കാരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എൻ്റെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുവാൻ ആരുമില്ല എന്ന തോന്നൽ പൂർണ്ണമായി മാറ്റിക്കളഞ്ഞുകൊണ്ട് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സർവശക്തൻ എൻ്റെ വലംകരം പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നിലും കുലുങ്ങിപ്പോകയില്ലെന്ന് പറയുവാൻ ഈ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായി ഞാൻ ആ പ്രകാശത്തിൽ നടക്കുമെന്ന് പറയുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ആ കർത്താവ് ആ 38 വർഷം ആയിരുന്ന മനുഷ്യനോട് അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, നീ എഴുന്നേൽക്ക, നിൻ്റെ കിടക്ക എടുത്ത് നടക്ക. അതെ, സന്തോഷകരമായ ഒരു ജീവിതം നയിപ്പാൻ നിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെച്ചിട്ട് ഈ കർത്താവുമായി യാത്ര ചെയ്യുവാൻ സർവശക്തൻ അനുവദിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു.